ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. മാർച്ച് 3-നാണ് പൊങ്കാല. ഇന്ന് വൈകിട്ട് കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും. മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ആറ്റുകാൽ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിക്കും. തിരുവനന്തപുരത്തിന്റെ തലയെടുപ്പാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. ഒരു മാസം മുൻപ് ആരംഭിച്ച മഹോത്സവ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇനി ഭക്തലക്ഷങ്ങൾ ക്ഷേത്രസന്നിധിയിലേക്ക് അനുഗ്രഹം തേടിയെത്തും. വൈകിട്ട് 5:30 ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. ശേഷം ക്ഷേത്രത്തിന് മുന്നിലെ പച്ചപ്പന്തലിൽ തോറ്റംപാട്ടുകാർ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥ പാടിത്തുടങ്ങും. ആറ്റുകാൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ആറ്റുകാൽ അമ്പ പുരസ്കാരം സ്വീകരിക്കാൻ സിനിമാ താരം മോഹൻലാൽ നേരിട്ടെത്തും. മാർച്ച് 3-ന് രാവിലെ 9:45-നാണ് പൊങ്കാലയുടെ അടുപ്പുവെട്ട്. പൊങ്കാല ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്തലക്ഷങ്ങളെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പൊങ്കാലയിടാനുള്ള ഒരുക്കങ്ങൾ തകൃതിയാണ്. സർക്കാർ, കോർപ്പറേഷൻ തലത്തിലും ഉത്സവത്തിന്റെ ഭാഗമായി ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചാണ് പൊങ്കാല മഹോത്സവം നടക്കുക. പോലീസ്, റവന്യൂ, അഗ്നിരക്ഷാസേന, വാട്ടർ അതോറിറ്റി, ആരോഗ്യം എന്നീ വകുപ്പുകളും KSRTCയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പൊങ്കാല ദിവസം ചന്ദ്രഗ്രഹണമായതിനാൽ വൈകിട്ട് 3:10 മുതൽ രാത്രി 7 മണി വരെ ക്ഷേത്രത്തിലെ ദർശനത്തിന് നിയന്ത്രണമുണ്ടാകുമെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 24 തിരുവനന്തപുരം. മേഘ്ന മുരളി ചേരുന്നുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് വിവരങ്ങളുമായി. മേഘ്ന, ഗുഡ് മോർണിംഗ്. ഞാനും പ്രവിതയും പറയായിരുന്നു, ആ തിരക്കുകൾ കാണുമ്പോഴേ നമ്മൾ അതിലെവിടെയോ ഉണ്ടെന്ന് തോന്നും. എല്ലാ കൊല്ലവും നമ്മൾ പൊങ്കാല റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഓളം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞു. മേഘ്ന, പ്രവിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്തുകാർക്ക് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അവരുടെ ദേശീയോത്സവമാണ്. അത് ഇനി വരാൻ പോകുന്ന 10 ദിവസങ്ങൾ അവർക്ക് അത് അത്രയേറെ മനോഹരമായി, അതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായി തന്നെയാണ് തിരുവനന്തപുരംകാരും അതുപോലെ തന്നെ സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ആൾക്കാർ ആറ്റുകാൽ ഭഗവതിയെയും അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കൊണ്ടാടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ആറ്റുകാൽ ഭഗവതിക്ക് മുന്നിലാണ്, ക്ഷേത്രത്തിന് മുന്നിലാണ്. ഇവിടെ നാരങ്ങാവിളക്കടക്കം സമർപ്പിക്കുന്ന കാഴ്ച കാണാനുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ചെണ്ടമേളം നടക്കുന്നു. അതുപോലെ ഇന്ന് മുതൽ മാർച്ച് 3-ാം തീയതി വരെ ഇവിടെ മഹോത്സവമാണ്. മാർച്ച് 3-നാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ പ്രധാനമായും ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് വിവിധ ചടങ്ങുകൾ നടക്കുന്നു. ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള അമ്പ പുരസ്കാരം, അത് മോഹൻലാലാണ് ഏറ്റുവാങ്ങുക. ഇന്ന് നേരിട്ട് മോഹൻലാൽ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇന്ന് വൈകിട്ട് കാപ്പുകെട്ടി കുടിയിരുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം ആരംഭിക്കുക. അതിനുശേഷം വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ, അത് പലതരത്തിലും ഇവിടെ കുത്തിയോട്ടം ബാലന്മാർ വ്രതമനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചടങ്ങുകൾ നടക്കും. പിന്നീട് മാർച്ച് 3-നായിരിക്കും ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ ആദ്യ ദിവസമായി ഇന്ന് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ മാത്രമല്ല പ്രവിത, അതിൽ പ്രധാനപ്പെട്ട കാര്യം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നോക്കിയാലും ഈ പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങൾ, ഇഷ്ടികക്കല്ലൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള കാഴ്ചകളടക്കം കാണാനുണ്ട്. നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു അമ്മയുണ്ട്. അമ്മ, പൊങ്കാലക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ? ആയിക്കൊണ്ട് വരണം. ഇവിടെ പൊങ്കാല ഇടുന്ന ഇവിടെ തന്നെ ചാലയുടെ അടുത്ത്. എല്ലാ ദിവസവും അമ്പലത്തിൽ വരുമോ? ഇല്ല, ഇതിൽ വല്ലപ്പോഴൊക്കെ വരുമോ. പ്രവിത, അങ്ങനെ ഒരുപാട് പേർ, ഒരുപാട് അമ്മമാർ, ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഒരുപാട് അമ്മമാരും അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആൾക്കാർ ഇവിടെ മഹോത്സവാഘോഷങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചെണ്ടമേളം നടക്കുകയാണ്. ഇന്ന് 1-ാം ദിവസമാണ്. അങ്ങനെ മാർച്ച് 3 വരെ വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട്. വൈകുന്നേരം 5:30 ശരി. മേഘ്ന മുരളിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.